ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഒരു ഓഡിഷൻ സ്ഥലത്താണ്. വെക്ക്, ഞാൻ വിളിക്കാം സാറിനെ. ഇടോ, 2 ആഴ്ച മുമ്പ് പറഞ്ഞു തന്നു ഇവിടെ ഓഡിഷൻ ഉണ്ടെന്ന്. ആൾക്കാരൊക്കെ വന്നോ? എന്നാ വിളിക്കടാ. ഇപ്പൊ വിളിക്കാം സാർ. രമേശ് മല്ലപ്പള്ളി, സാറേ കേറി വാടോ. നമസ്കാരം. രമേശ് രമേശ് എന്ത് ചെയ്യുന്നു? ഞാൻ വണ്ടി ഓടിക്കാം. ആ, ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സിനിമ? ഞാൻ ഇല്ല. ആദ്യമായിട്ടാ? ഞാൻ ഈ ഓണത്തിനൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ, ഓക്കെ. അപ്പം എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. അപ്പം ഞാൻ ഒരു സിറ്റുവേഷൻ തരാം, അതൊന്ന് ചെയ്യണം. സാറേ എളുപ്പമുള്ളതാണ്. ആ, അത് നമുക്ക് നോക്കാം. താങ്കളൊരു ഭ്രാന്തനാണ്. ഒരു ജംഗ്ഷനിൽ കൂടെ താങ്കൾ വരുന്നു, താങ്കളെ കുറേ പേര് കളിയാക്കുന്നു, താങ്കൾ അതിനെ എതിർക്കുന്നു. അതൊന്ന് ചെയ്യണം. അന്നാ ഒന്ന് ചെയ്തേ. അത് അന്നുമില്ലടോ, താൻ ചെയ്. നീ എന്നോട് പറഞ്ഞു എനിക്ക് ഭ്രാന്താന്ന്. ഇന്നലെ സജിയും പറഞ്ഞു എനിക്കൊരു ഭ്രാന്തമില്ല, നിനക്ക് ഭ്രാന്ത. ഓക്കെ രമേശ്, ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ അറിയിക്കാം കേട്ടോ. ഓക്കെ, എന്നാൽ ശരി. സാറേ അവൻ കൊള്ളാം സാറേ, നമുക്ക് എടുത്താലോ? നീ തീരുമാനിച്ചാൽ മതിയോ? ഞാൻ തീരുമാനിച്ചോളാം. നീ അടുത്ത ആളിനെ വിളി. ജോൺസൺ തിരുവല്ല. ജോൺസൺ തിരുവല്ല ഉണ്ടോ? കയറിപ്പോര്. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഞാനൊരു ചെറിയ സർക്കാർ ജോലിയൊക്കെ ഉണ്ട് സാർ. ഉണ്ടല്ലേ? അപ്പോൾ ഇതിനു മുമ്പ് ഏതെങ്കിലും പടങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറച്ച് ചെറിയ സംഭവങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അറിയപ്പെടുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അറിയപ്പെടാൻ മാത്രം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. ഓക്കെ. എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? 2 ലൈൻ പാട്ട് വേണേ നോക്കാം. ഓക്കെ, ശരി. എന്നാൽ ഞാൻ ഒരു സിറ്റുവേഷൻ തരാം. ഓക്കെ. താങ്കളുടെ നാട്ടിലെ ഒരു പാട്ടുകാരനാണ്. പക്ഷെ ആർക്കും താങ്കളെ ഇഷ്ടമല്ല. പക്ഷെ താങ്കൾ ഇങ്ങനെ റോഡിൽ കൂടെ പാടിക്കൊണ്ട് നടക്കുന്നു. അപ്പോൾ അതൊന്ന് ചെയ്താട്ടെ. ഓക്കെ സാർ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം. മതി. കുഴപ്പമില്ല. അപ്പം വിളിക്കാം കേട്ടോ. ഓക്കെ. അയാൾ പോരാ അല്ലേ? നീ തീരുമാനിച്ചാൽ മതി. എടാ, ഞാൻ തീരുമാനിച്ചോളാം ആര് വേണം വേണ്ടാന്നുള്ളത്. നീ അടുത്ത ആളിനെ വിളി. അടുത്ത റോയ് എലന്തൂര്. കയറി വേണോ? അല്ല, വേറെ എന്തൊക്കെ കഴിവുകളുണ്ട്? എന്തൊക്കെ ചെയ്യും? ഞാൻ മിമിക്രി നടത്തും. മോണാക്ടോ അറിയാം. ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തെ പാടമാണ്. ആ പാടത്തിലൂടെ താറാവിന് ഞാൻ കണ്ടുപഠിച്ച താറാവ് പോകുന്നതായിട്ട്. എന്നാ ഒന്നും ചെയ്തേ. ശരി. കൊള്ളാമല്ലോ. അത് കൊള്ളാം കേട്ടോ, അത് കൊള്ളാം. അപ്പം നമുക്ക് നോക്കാം. ഞാൻ വിളിക്കാം. ഓക്കെ. എന്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്. പിന്നെ താൻ എന്തോ എഴുതും? അടുത്ത ആളിനെ വിളിക്കും. സുബൈർ മല്ലപ്പള്ളി. കയറിപ്പോടോ. കയറുക. നമസ്കാരം. എവിടാ സ്ഥലം? മല്ലപ്പള്ളി. ഇതിനു മുമ്പ് എന്തെങ്കിലും സിനിമ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാ? ഓക്കെ. അപ്പോൾ താങ്കൾക്ക് ഞാനൊരു സിറ്റുവേഷൻ തരാം, അതൊന്ന് ചെയ്യണം. താങ്കൾ കവലയിൽ കൂടെ നടന്നു പോകുമ്പം താങ്കൾക്ക് തൊട്ട് മുൻപിലായിട്ട് ഒരു 50 രൂപ നോട്ട് കിടക്കുന്നു. അത് താങ്കൾ ആരും കാണാതെ എടുക്കണം. അപ്പം അതൊന്ന് ചെയ്തേ. കൊള്ളാം. അപ്പം അറിയിക്കാം കേട്ടോ. ഓക്കെ. സാറേ ഇവര് കൊള്ളാമല്ലോ സാറേ, ഇവര് നമുക്ക് സിനിമ എടുത്താലോ? അവന്മാർ കൊള്ളാം, അവന്മാർ നല്ല കലാകാരന്മാരാ. പക്ഷെ അവനൊക്കെ പുതുമുഖങ്ങളില്ലേ, അവനെയൊക്കെ വച്ച് പടം എടുത്ത് ആര് കാണാൻ? താൻ കാര്യം ചെയ്യും, യവന്മാരെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വിളിക്കാനൊന്നും പോകണ്ട. താനെ 4 തെലുങ്ക് നടന്മാരെ എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. ഓക്കെ. എന്നിട്ട് അവർക്ക് ഭാഷ അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് പിന്നെ പഠിപ്പിച്ചു കൊടുക്കാം ഒരാളെ കൂടെ സെറ്റാക്കി കൊടുക്കും. അപ്പോൾ ഇവരുടെ കാര്യം എന്ത് ചെയ്യും സാറേ? ഈ കലാകാരന്മാരല്ലേ, ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലേ ഇവിടെ വന്ന് ചെയ്യുന്നു. ഇവർക്ക് ഒരു അവസരം കൊടുത്തുകൂടെ സാറിന്? ഇനി ഓഡിഷൻസ് ഉണ്ടല്ലോ, അവരിങ്ങനെ വന്നു പോട്ടെ.
നിനക്ക് നഷ്ടം വല്ലതും ഉണ്ടോ? ഇല്ല ആ എന്നാ നീ നിന്റെ പണിക്ക്